നന്ദിയിലേക്ക് പോകുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിച്ചോ. പാലം കഴിഞ്ഞതിന് ശേഷം നല്ല കുണ്ടും കുയ്യാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് കുണ്ടിലുണ്ടാവും, പിന്നെ നീന്തിയിട്ട് വരേണ്ടി വരും. ഈറ്റ കുണ്ടാണ്. ഈറ്റ വലിയ വണ്ടീൻ്റെ ടയറിനെ കാട്ടിയും വലിയ കുണ്ടാണ് അവിടെ ഉള്ളത്. ആ കുണ്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെയുള്ള ദിവാനിങ് പറഞ്ഞ് എനിക്ക് ചായ കുടിച്ചേ പറ്റും, എന്താ വെച്ചാൽ എൻ്റെ പള്ള മൊത്തം കലയും കിടക്കാന്ന്. അങ്ങനെ ഞങ്ങൾ പാലൂരെത്തി. പാലൂർ പള്ളീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി വെക്കുന്നേരാണ് അസൻ ഖാൻ്റെ കട ഉണ്ട് എന്ന് പറഞ്ഞാൽ. അതൊക്കെ കാണുന്നതാണ് അസൻ ഖാൻ്റെ കട. ആ കടേൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ കയറി വെക്കുന്നതിനെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ തിരക്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ മൂപ്പർ അസൻ ഖാൻ്റെ മോനാണ്. അത് നല്ല അടിപൊളി ചായയും കാച്ചി, ഒരു രക്ഷയില്ലേ. അസൻ ഖാൻ്റെ മോനോട് ദിവാനിങ് പറഞ്ഞു ഒന്ന് നീട്ടി അടിച്ചു തന്ന ചായന്ന്. അങ്ങനെ അസൻ ഖാൻ്റെ മോൻ ഒന്നും നോക്കിയില്ല, നീട്ടിങ് അടിച്ചോട്ട് ദിവാന് സന്തോഷമായിട്ടോ. ദിവാൻ്റെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് അടിച്ചിട്ട് ഞാൻ എൻ്റെ ഗ്ലാസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതും മൂപ്പറും അടിച്ചു തന്നു. അങ്ങനെ എൻ്റെ കൈമേൽ മൂപ്പർ ചായ കന്നേരം ഞാൻ ആ ചായ ആയിട്ട് നേരെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ദിവാൻ അവിടുന്ന് ക്യാമറയും പിടിച്ചിരിക്കുകയെന്നേ. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു പരിപ്പാടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പരിപ്പാടേൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ദിവാൻ്റെ കൂടി. വീഡിയോ എടുത്ത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർ ചൂടോടെ എന്താക്കി പരിപ്പാട് കൊണ്ട് തന്ന്. ദിവാൻ്റെ മുഖത്ത് ഒരിക്കലും ഇല്ലാത്ത പുഞ്ചിരി. എൻ്റെ മോനെ ഒരു രക്ഷയില്ലേ. ദിവാൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമാക്കി. അങ്ങനെ ഞാനും ദിവാനും കൂടി അവിടുന്ന് ചായയും കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ദിവാൻ്റെ മുഖത്തുള്ള സന്തോഷങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്.